നമസ്കാരം, ഞാൻ സിജു രാജൻ. പലപ്പോഴും ബ്രാൻഡിങ്ങിനകത്ത് കൺഫ്യൂഷൻ വരുന്ന രണ്ട് ടെർമിനോളജീസാണ് സ്ലോഗണും ടാഗ് ലൈനും. പലപ്പോഴും പലരും ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇവ രണ്ടും തമ്മിൽ വലിയ രീതിയിലുള്ള വ്യത്യാസമുണ്ട്. ഈ വീഡിയോയിലൂടെ സ്ലോഗണും ടാഗ് ലൈനും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് അതിനെക്കുറിച്ചിട്ടാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. കൂടെ ജീവൻ ഉണ്ട്. ജീവൻ, നമസ്കാരം. നമസ്കാരം സിജു. ജീവൻ, ആദ്യത്തെ ചോദ്യം ഇതാണ്. ജീവൻ ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ ഓർമ്മയിൽ നിൽക്കുന്ന, പെട്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു സ്ലോഗൺ ഏതായിരിക്കും പറയാൻ കഴിയുക? പെട്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ചെറുപ്പം തൊട്ട് മനസ്സിൽ പതിഞ്ഞൊരു സ്ലോഗനാണ് നമ്മുടെ കലണ്ടർ മനോരമ തന്നെ. കാരണം ഈ റേഡിയോയിൽ നമ്മൾ അന്നത്തെ കാലത്ത് റേഡിയോ ആയിരുന്നല്ലോ ഏറ്റവും അധികം ഇതുണ്ടായിരുന്നു. അപ്പൊ അന്ന് നമ്മൾ രാവിലെ എണീറ്റ് പല്ല് തേക്കുമ്പോൾ കേൾക്കുന്ന ഒരു പരസ്യമാണ് കലണ്ടർ മനോരമ തന്നെ. അതെ. ആൻഡ് കമ്മിങ് ടു ടാഗ് ലൈൻ, ഓർമ്മയിൽ നിൽക്കുന്ന വളരെ കാച്ചി ആയിട്ട് എപ്പോഴും മനസ്സിലിങ്ങനെ നിൽക്കുന്ന ഒരു ടാഗ് ലൈൻ ഏതായിരിക്കും? ടാഗ് ലൈൻ എനിക്ക് അങ്ങനെ നമ്മുടെ നാട്ടിൽ അങ്ങനെ മലയാളത്തിൽ പറയാൻ എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല. നമുക്ക് ജസ്റ്റ് ഡു ഇറ്റ് എന്ന് പറഞ്ഞാൽ നൈക്കിയുടെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ടാഗ് ലൈൻ ആണ് ജസ്റ്റ് ഡു ഇറ്റ്. ഓക്കെ റൈറ്റ്. സോ നമുക്ക് വ്യത്യാസങ്ങൾ നോക്കാം. സ്ലോഗണും ടാഗ് ലൈനും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണെന്നുള്ളത് ജീവൻ എന്തൊക്കെയായിരിക്കും വ്യത്യാസം? നമുക്ക് പലരും ഈ പറഞ്ഞ പോലെ നമ്മുടെ അടുത്ത് വരുന്ന ബ്രാൻഡിങ്ങിനായിട്ട് സമീപിക്കുന്ന പലരും തെറ്റിച്ച് പറയുന്ന ഒരു സാധനമാണ് ഈ ടാഗ് ലൈനും സ്ലോഗണും. നമുക്ക് ടാഗ് ലൈൻ നോക്കാം. അത് ടാഗ് ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ ബ്രാൻഡിങ് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ യൂഷ്വലി നമ്മുടെ ലോഗോയുടെയോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഐഡന്റിറ്റി പോലെ കൊണ്ടു നടക്കുന്ന താഴെ എഴുതുന്ന ആ ഒരു സാധനത്തിന് നമുക്ക് ടാഗ് ലൈൻ എന്ന് പറയാം. ഇനി സ്ലോഗൻ എന്ന് പറയുന്നത് അത് മാർക്കറ്റിംഗ് പർപ്പസിന് വേണ്ടി ഉണ്ടാക്കുന്ന നമുക്ക് ക്യാപ്ഷൻസ് അല്ലെങ്കിൽ സ്ലോഗൻ എന്ന് പറയുന്ന ആ ഒരു സെന്റൻസ് ആണ്. അപ്പം ഇത് രണ്ടൊരു സാധനമാണ്. നമുക്ക് രണ്ടിനെയും ഒരുപോലെ കാണാൻ പറ്റില്ല. നമ്മൾ ബ്രാൻഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ടാഗ് ലൈൻ, മാർക്കറ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് സ്ലോഗൻ. ജീവൻ, അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് സ്ലോഗൻസ് പലപ്പോഴും മാർക്കറ്റിംഗിന് വേണ്ടി എന്ന് പറഞ്ഞു, അതുകൊണ്ട് തന്നെ ഇത് പെർമനന്റ് അല്ല, ഇത് ടെമ്പററി ആണ്, ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു സ്ഥാപനത്തിന് തന്നെ ഇപ്പോൾ ഒരു സീസണിൽ യൂസ് ചെയ്യുന്ന സ്ലോഗൻ ആയിരിക്കത്തില്ല അടുത്ത സീസണിൽ അവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു മാസം യൂസ് ചെയ്യുന്ന സ്ലോഗൻ ആയിരിക്കത്തില്ല അടുത്ത മാസം യൂസ് ചെയ്യുന്നത്. അത് മാറിക്കൊണ്ടിരിക്കും. കാരണം മാർക്കറ്റിംഗ് പർപ്പസിന് അത് മാറ്റിയേ പറ്റത്തുള്ളൂ. പക്ഷേ ടാഗ് ലൈൻസ് എന്ന് പറയുന്നത് പെർമനൻ്റ് ആയിരിക്കും, ടെമ്പററി ആയിരിക്കത്തില്ല. വൺസ് അത് ബ്രാൻഡിങ് ടൈമിൽ ഉണ്ടാക്കുന്നതായിരിക്കും ലൈഫ് ലോങ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ പേര് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, പേര് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റത്തില്ലല്ലോ ബ്രാൻഡ് നെയിം, അതുപോലെ തന്നെയാണ് ടാഗ് ലൈനും ഇടയ്ക്കിടയ്ക്ക് മാറ്റത്തില്ല. അത് ഫുൾ ടൈം ആ പേരിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കുന്ന ഒന്നായിരിക്കും. ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് കുറേ ടാഗ് ലൈൻസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും ഫേമസ് ആയിട്ടുള്ള, ഇപ്പോൾ നൈക്കിയുടെ ജീവൻ പറഞ്ഞതുപോലെ ജസ്റ്റ് ഡു ഇറ്റ്, KFCയുടെ ഇറ്റ്സ് ഫിംഗർ ലിക്കിംഗ് ഗുഡ്, ദെൻ കൊക്കക്കോള ഓപ്പൺ ഹാപ്പിനെസ്, മെക്ഡൊണാൾഡ്സിൻ്റെ ഐ ആം ലവിങ് ഇറ്റ്, ഇതെല്ലാം അവരുടെ കമ്പനി സ്ഥാപിച്ച അന്ന് മുതൽ അല്ലെങ്കിൽ ബ്രാൻഡ് നെയിം അറിയപ്പെട്ട അന്ന് മുതൽ അവർ യൂസ് ചെയ്യുന്ന ടാഗ് ലൈൻസ് ആണത്. പക്ഷെ അവർ സ്ലോഗൻസ് എന്ന് പറയുന്നത് ഓരോ പോസ്റ്റേഴ്സിൽ മാറി വരും. സ്ലോഗൻസ് മാറി വരും, ദാറ്റ് ഈസ് ടെമ്പററി ആണ്. പക്ഷേ ടാഗ് ലൈൻ എന്ന് പറയുന്നത് പെർമനൻ്റ് ആണ്, അത് ഫിക്സ്ഡ് ആണ്. നെയിം ഡിസൈഡ് ചെയ്യുന്ന സമയത്ത് തന്നെ അവർ ടാഗ് ലൈനും ഡിസൈഡ് ചെയ്യുന്നു. അത് ത്രൂ ഔട്ട് ദി ജേർണി, ബിസിനസിൻ്റെ ജേർണി കംപ്ലീറ്റ് അത് യൂസ് ചെയ്യുന്നു. സിജു, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ മാർക്കറ്റിംഗ് പർപ്പസിന് വേണ്ടി, അപ്പോൾ തീർച്ചയായിട്ടും ഈ ടാഗ് ലൈൻസ് എപ്പോഴും പ്രോഡക്റ്റ് സ്പെസിഫിക് ആയിരിക്കും. നമ്മൾ പ്രോഡക്റ്റ് സെല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ടാഗ് ലൈൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് കാലണ്ടർ മനോരമ തന്നെ എന്ന് പറയുന്നത്. അല്ലാണ്ട് മനോരമയുടെ പത്രമുണ്ട്, മറ്റ് മാഗസിനുകളുണ്ട്, ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പോൾ ഇത് സ്പെസിഫിക് ആയിട്ട് അതിന് വേണ്ടി മാത്രമുള്ളതാണ്. അപ്പം ഇത്തരത്തിൽ ബൂസ്റ്റ് ചെയ്ത സീക്രട്ട് ഓഫ് മൈ എനർജി, അപ്പോൾ ബൂസ്റ്റ് എന്ന ആ ഒരു പ്രൊഡക്റ്റിന് വേണ്ടി മാത്രം, അതിപ്പോൾ എനിക്ക് കൺഫ്യൂഷൻ ഉണ്ട്, അത് ടാഗ് ലൈൻ ആണോ സ്ലോഗൻ ആണോ, രണ്ടും കൂടെ അത് അത്രയും ഫേമസ് ആയ സ്ഥിതിക്ക് അത് അങ്ങനെ ആയിപ്പോയിട്ടുണ്ട്. അത് ബട്ട് സ്റ്റിൽ നമുക്ക് അതിനൊരു സ്ലോഗൻ ആയിട്ട് കാണാം. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒരു പ്രോഡക്റ്റ് സെല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതേസമയം നമ്മൾ ടാഗ് ലൈനിലേക്ക് വരുന്ന സമയത്ത് അത് ബ്രാൻഡിനെ സെല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ജസ്റ്റ് ഡു ഇറ്റ് എന്ന് പറയുന്ന ആ ഒരു ടാഗ് ലൈൻ നമുക്ക് നൈക്കിയുടെ എല്ലാ പ്രോഡക്റ്റിനും ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ എല്ലാ കാര്യത്തിനും അവരുടെ ഒരു ബ്രാൻഡിനെ മൊത്തത്തിൽ സെല് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരുടെ ബ്രാൻഡിന്റെ ഒരു എന്താണ് അവരുടെ കോർ വാല്യൂ, അല്ലെങ്കിൽ എന്താണ് അവരുടെ ആ ഒരു മിഷൻ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ റിഫ്ലക്ട് ചെയ്യുന്ന രീതിയിലുള്ള ആ ഒരു സാധനമാണ് ഈ പറഞ്ഞ ടാഗ് ലൈൻ എന്ന് പറയുന്ന സാധനം. നമ്മൾ സ്പെഷ്യലായിട്ട് അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ ഒരു ടാഗ് ലൈൻ വരാതെ എന്തൊക്കെ ടൈപ്പ് ടാഗ് ലൈൻ ഉണ്ടെന്നൊക്കെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ടാഗ് ലൈൻ എപ്പോഴും ബ്രാൻഡ് സ്പെസിഫിക്കും സ്ലോഗൻസ് എപ്പോഴും പ്രോഡക്റ്റ് സ്പെസിഫിക്കും ആയിരിക്കും. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഡിഫറൻസ്, സ്ലോഗൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും കുറച്ച് ലെങ്തി ഉള്ളതായിരിക്കും, കുറച്ച് ലോങ്ങർ ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ലെങ്തി അല്ല, ഒരു 5-6 വേർഡ്സ് അല്ലെങ്കിൽ 7 വേർഡ്സ് നിറഞ്ഞു നിൽക്കുന്ന രീതിയിലായിരിക്കും സ്ലോഗൻസ് ചെയ്യുന്നത്. കാരണം അത് ഒരു മെസ്സേജ് കൃത്യമായിട്ട് കൺവേ ചെയ്യണം.
കൃത്യമായിട്ട് എന്താണ് ഈ ഉൽപ്പന്നം എന്നുള്ളത് കൺവേ ചെയ്യാൻ പാകത്തിനായിരിക്കണം സ്ലോഗൻസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ടാഗ് ലൈനിലേക്ക് വരുന്ന സമയത്ത് നമ്മളിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡു ഇറ്റ്, ജസ്റ്റ് ഡു ഇറ്റ് 3 ലെറ്റേഴ്സ് 3 വേർഡ്സേ വരുന്നുള്ളൂ. കൊക്കോളയുടെ ആണെങ്കിൽ ഓപ്പൺ ഹാപ്പിനെസ് 2 എണ്ണം വരുന്നുള്ളൂ. മെക്ഡൊണാൾഡ്സ് ഐ ആം ലവിങ് ഇറ്റ് 3 വേർഡ്സ്. അപ്പം ഈ ടാഗ് ലൈൻസ് എപ്പോഴും 2 വേർഡ്സോ 3 വേർഡ്സോ അതിലൊതുങ്ങി നിൽക്കും, അതിൽ ഒരുപാട് കൂടത്തില്ല. ഇപ്പോൾ ലോറിയലിൻ്റെ പക്ഷേ കൂടുതലാണ് ബിക്കോസ് യു ആർ വേർത്ത് ഇറ്റ്, ബിക്കോസ് യു ആർ വേർത്ത് ഇറ്റ് 5 എണ്ണം വരുന്നുണ്ട്. ഇതിലും കൂടുതലായിരിക്കും പലപ്പോഴും ഈ ക്യാപ്ഷൻസ് ചെയ്യുന്ന സമയത്ത് അല്ലാന്നുണ്ടെങ്കിൽ സ്ലോഗൻസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്നത്. പിന്നെ എപ്പോഴും ഈ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഈ പ്രോഡക്റ്റ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്യുന്നതായിരിക്കും. അതായത് പ്രോഡക്റ്റ് എന്താണെന്നുള്ളത് സ്പെസിഫൈ ചെയ്യുന്നതായിരിക്കും സ്ലോഗൻസ്. പക്ഷേ ഈ ബ്രാൻഡിൻ്റെ ഇമോഷൻ എന്താണെന്നുള്ളത് കൺവേ ചെയ്യുന്നതായിരിക്കും ടാഗ് ലൈൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ജസ്റ്റ് ഡു ഇറ്റ്, അതായത് കുറച്ച് സ്പോർട്ടിയാണ്. നൈക്കി നമുക്കറിയാം കുറച്ചൊരു സ്പോർട്സ് കൈൻഡ് ഓഫ് റിലേറ്റഡ് ആയിട്ടുള്ള വേസ് ആണ് അവർ ചെയ്യുന്നത്. അപ്പം അവിടെ യൂസ് ചെയ്യുന്നത് ഇമീഡിയറ്റ്, പെട്ടെന്ന് ഒന്നും ആലോചിക്കാതെ പെട്ടെന്ന് അങ്ങ് ചെയ്തോളൂ, ജസ്റ്റ് ഡു ഇറ്റ്. സോ അവിടെ ഒരു സ്പോർട്ടി ഒരു ഫീൽ വരുന്നുണ്ട്. ദാറ്റ് ഈസ് ആ ഓർഗനൈസേഷൻ്റെ കൾച്ചർ അങ്ങനെയാണ്, ആ ഓർഗനൈസേഷൻ്റെ കോർ ഫിലോസഫി അങ്ങനെയാണ്. കൊക്കക്കോള അവർ നമുക്കറിയാം, കൊക്കോളയെക്കുറിച്ച് മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അവരുടെ ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാപ്പിനെസ്, സ്പ്രെഡിങ് ഹാപ്പിനെസ്, ആ ഒരു ഫ്രണ്ട്ഷിപ്പ്, ആ ഒരു സർക്കിളിനകത്ത് യൂസ് ചെയ്യുന്ന ഡ്രിങ്ക്, ആ രീതിയിലാണ് അവരിതിനെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അവർ ഫിലോസഫി എന്ന് പറയുന്നത് സ്പ്രെഡിങ് ഹാപ്പിനെസ് തന്നെയാണ്, സന്തോഷം വാരി വിതറുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ കൊക്കക്കോളയുടെ ഇമോഷനാണ് ഈ സ്പ്രെഡ് ഹാപ്പിനെസ് അല്ലെങ്കിൽ ഓപ്പൺ ഹാപ്പിനെസ് എന്ന് പറയുന്നത്. സോ അവർ യൂസ് ചെയ്തിട്ടുള്ള ടാഗ് ലൈൻ ഓപ്പൺ ഹാപ്പിനെസ് ആണ്. അവരുടെ ഒരു പക്ഷേയുള്ള സ്ലോഗണിൽ എൻ്റയർലി ഡിഫറൻ്റ് ആയിരിക്കും, കാര്യം ആ പ്രോഡക്റ്റ് സ്പെസിഫിക് ആയിരിക്കും. ഇപ്പോൾ ഡയറ്റ് കോക്ക് അവർ ഇറക്കിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ്, അപ്പോൾ ഡയറ്റ് കോക്കിനകത്ത് അവർ യൂസ് ചെയ്യുന്ന ക്യാപ്ഷൻ എന്ന് പറയുന്നത്, സ്ലോഗൻ എന്ന് പറയുന്നത് ആ പ്രോഡക്റ്റിനെ, ആ ഒരു ഡയറ്റ് കോക്കിനെ എൻഹാൻസ് ചെയ്യുന്ന രീതിയിലുള്ള ക്യാപ്ഷൻ ആയിരിക്കും. ദാറ്റ് ഈസ് പ്രോഡക്റ്റ് സ്പെസിഫിക്. പക്ഷേ ടാഗ് ലൈൻ എപ്പോഴും ബ്രാൻഡ് സ്പെസിഫിക് ആയിരിക്കും. അത് ഷോർട്ടായിരിക്കും, 2-3 വേർഡ്സിൽ ഒതുങ്ങി നിൽക്കുന്നതായിരിക്കും. പക്ഷേ സ്ലോഗൻ അങ്ങനെ ആയിരിക്കത്തില്ല, കുറച്ച് ദൈർഘ്യമുള്ളതായിരിക്കും. അതുപോലെ തന്നെ ഇത് ആരാണിത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ചോദ്യമുണ്ട്. അതായത് യൂഷ്വലി ഈ സ്ലോഗൻസ് ക്രിയേറ്റ് ചെയ്യുക ഇത് പ്രോഡക്റ്റ് സ്പെസിഫിക് ആയതുകൊണ്ട് തന്നെ ഈ മാർക്കറ്റിംഗ് ടീമോ മാർക്കറ്റിംഗ് ടീമിലെ കോണ്ടന്റ് ഡെവലപ്പേഴ്സും ഒക്കെ ആയിരിക്കും സ്ലോഗൻസ് ക്രിയേറ്റ് ചെയ്യുക. അതേസമയം ടാഗ് ലൈനിലേക്ക് വരുന്ന സമയത്ത് അത് ബ്രാൻഡ് സ്പെസിഫിക് ആണ്. അപ്പം തീർച്ചയായിട്ടും ആ ബ്രാൻഡിങ് ടീം അല്ലെങ്കിൽ അതിന്റെ ബ്രാൻഡ് സ്ട്രാറ്റജിസ്റ്റുകളൊക്കെ ആയിരിക്കും അത് ബിൽഡ് ചെയ്യുക. അപ്പോൾ അതൊരു വളരെ ആലോചിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ചുമ്മാ ഒരു പെട്ടെന്ന് റീപ്ലേസ്മെന്റ് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാര്യം ഇത് ആൾക്കാർ മനസ്സിൽ ക്ലിക്കായി കഴിഞ്ഞാൽ പിന്നീട് അതിനകത്തൊരു പ്രശ്നം വരുന്നത് വലിയൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പലപ്പോഴും അത് ചെയ്യുന്ന സമയത്ത് വളരെ സിസ്റ്റം ചെക്ക് ചെയ്ത് ചെയ്യേണ്ടതാണ്. പലപ്പോഴും ഗ്രാമറൊന്നും നോക്കാണ്ട് ആണ് ചെയ്യാറതിൽ, ബട്ട് സ്റ്റിൽ അധികം മിസ്റ്റേക്സ് ഒന്നും വരാത്ത രീതിയിൽ ചെയ്യേണ്ടതുണ്ട്. അപ്പം ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് ഈ പറഞ്ഞ സ്ലോഗൻസ് എപ്പോഴും ക്രിയേറ്റ് ചെയ്യുക യൂഷ്വലി മാർക്കറ്റിംഗ് ടീമായിരിക്കും, ടാഗ് ലൈൻ ക്രിയേറ്റ് ചെയ്യുക ബ്രാൻഡിങ് ടീമായിരിക്കും. സോ നമുക്ക് ഇത്രയും ഡിഫറൻസ് ആണ് മെയിനായിട്ട് വരുന്നത്. ഒന്ന് ടാഗ് ലൈൻസ് എപ്പോഴും ഷോർട്ടർ ആയിരിക്കും, സ്ലോഗൻസ് എപ്പോഴും ലെങ്തി ഉള്ളതായിരിക്കും. ആൻഡ് ഇത് മാർക്കറ്റിംഗ് പർപ്പസിനാണ് ഈ സ്ലോഗൻസ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ടാഗ് ലൈൻ യൂസ് ചെയ്യുന്നത് ബ്രാൻഡിങ് പർപ്പസിനാണ്. അത് ഉണ്ടാക്കുന്ന ആൾക്കാർ സ്ലോഗൻസ് ഉണ്ടാക്കുന്നത് മാർക്കറ്റിംഗ് ടീമായിരിക്കും. ആൻഡ് മാർക്കറ്റിംഗ് ടീമും ബ്രാൻഡിങ് ടീമും പലപ്പോഴും ഒന്നും ആവാറില്ല. കാരണം അതിൽ ബ്രാൻഡിങ്ങിന് ഇപ്പോൾ ഞങ്ങൾ ബ്രാൻഡിങ്ങിന് സ്പെഷ്യലൈസ് ചെയ്യുന്ന ടീമാണ്. അപ്പം ഞങ്ങൾ മാർക്കറ്റിങ്ങിലല്ല സ്പെഷ്യലൈസ് ചെയ്യുന്നത്, ബ്രാൻഡിങ്ങിലാണ്. മാർക്കറ്റിംഗ് നമുക്ക് ഉണ്ടെങ്കിലും നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, ആസ് ഇഫ് നോ ഫോക്കസ് ചെയ്യുന്നത് 2022 ഈ ഒരു മാസം വരെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ബ്രാൻഡിങ്ങിലാണ്. അപ്പം ഈ ബ്രാൻഡിങ് ടീംസ് ആയിരിക്കും ടാഗ് ലൈൻസ് ഉണ്ടാക്കുന്നത്. സോ ഇത്രയും ഡിഫറൻസ് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇനി നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ കൺഫ്യൂഷൻ പാടില്ല, സ്ലോഗനും ടാഗ് ലൈനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്. സോ നിങ്ങളുടെ സ്ഥാപനത്തിന് നിങ്ങളൊരു സ്ലോഗനോ ടാഗ് ലൈൻ ഉണ്ടാക്കുന്ന സമയത്ത് ഈ പോയിന്റ്സ് മനസ്സിൽ വെച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്യുക. മറ്റൊരു വിഷയമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. സിജു രാജൻ സൈനിങ് ഓഫ്. ബൈ.